ICU പീഡന കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ ഇന്നും ജോലിയിൽ പ്രവേശിപ്പിച്ചില്ല. അനിതയുടെ സമരം 5-ാം ദിവസവും തുടരുകയാണ്. അനിതയെ പിന്തുണച്ച് അതിജീവിതയും സമരപ്പന്തലിലെത്തി. അതേസമയം അനിതയെ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. അനിത ഡ്യൂട്ടിയിലുള്ളപ്പോഴാണ് വീഴ്ച സംഭവിച്ചത്. വീഴ്ച വരുത്തിയ എല്ലാവർക്കുമെതിരെ ഒരുപോലെയാണ് നടപടിയെടുക്കുന്നതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തും. കോടതി പറയുന്നതനുസരിച്ച്, ഇപ്പോൾ കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് കോടതി ഈ വ്യക്തിയെ അവിടെ ട്രാൻസ്ഫർ തിരിച്ചെടുക്കണമെന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ പോസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യും. ഇക്കാര്യം കൂടി കോടതിയെ ബോധ്യപ്പെടുത്തും. എന്നാൽ തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് PB അനിതയുടെ നിലപാട്. അതിജീവിതയ്ക്ക് പരിഗണന ലഭിച്ചില്ല, അവർക്കൊപ്പം നിൽക്കുകയാണ് ഞാൻ ചെയ്തതെന്നും അനിത 24-നോട് പറഞ്ഞു. എന്ത് വീഴ്ചയാണ് അവര് തന്നെ പറയട്ടെ, എന്ത് വീഴ്ചയാണ് എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളതെന്ന് പറയട്ടെ. ഇത് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ തന്നെ വല്ലല്ലോ പറഞ്ഞു. ഹൈക്കോടതിയും ഞാൻ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ട വ്യക്തിയല്ല എന്ന് വ്യക്തമായിട്ട് ഗവൺമെന്റ് പ്ലീഡർ പറഞ്ഞതാണ്. പിന്നെ ഞാൻ എന്ത് വീഴ്ചയാണ് അവര് ഈ DMEയുടെ ഉത്തരവിൽ കാണിക്കുന്നത്? നിരുത്തരപരവും ഏകോപനവും ഇല്ലാത്ത പ്രവർത്തനം. ഞാൻ എന്റെ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത്. ഈ രോഗി എന്നോട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഞാൻ അത് മേലധികാരികളെ അറിയിക്കുകയാണ്. ഞാൻ മൂടി വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേർന്നു. മിഥില, പകപോക്കൽ എന്നതിനപ്പുറത്തേക്കൊന്നും പറയാനില്ലാത്ത സംഭവം. പുനർനിയമനം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവുമായി വന്നിട്ടും ആരോഗ്യ വകുപ്പ് ഇതിൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് വ്യക്തമല്ലേ? ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമടക്കം അത്തരത്തിലുള്ള സൂചനയല്ലേ നൽകുന്നത്? വിശദാംശങ്ങൾ. തീർച്ചയായും സുഹൈൽ, 5 ദിവസമായി, ഇന്നത്തേക്ക് 5 ദിവസമായി ഈ PB അനിതയുടെ സമരം നടക്കുന്നു. നിയമന ഉത്തരവ്, അതായത് ഇവിടെ തന്നെ നിയമിക്കണം എന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ആ ഉത്തരവ് നടപ്പാക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ ഈ സിസ്റ്ററെ, സമരം ചെയ്യുന്ന ഈ സിസ്റ്റർ അനിത സിസ്റ്ററെ കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. DCCയുടെ പിന്തുണ അറിയിക്കാനാണ് പ്രവീൺ കുമാർ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യം മുതൽ തന്നെ ഈ കേസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മാർച്ച് 18-നാണ് തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതി പീഡനത്തിനിരയായത്. പിന്നെ ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗ്രേഡ് 2 അറ്റൻഡർ ആയിരുന്ന ആളായിരുന്നു ഇതിൽ പ്രതിയായിട്ടുണ്ടായിരുന്നത്. ആ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ എല്ലാം തന്നെ ഈ അതിജീവിതയെ 5 പേർ, ഈ ആശുപത്രിയിലെ 5 പേർ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നു. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അവർക്കെതിരെ നടപടിയെടുക്കുന്നു. ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട സംഭവം DME അന്വേഷിക്കുന്നു. DME അന്വേഷിച്ചപ്പോൾ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിലുണ്ടായത് ഇപ്പോൾ ഇവിടെ സമരം ഇരിക്കുന്ന PB അനിതയുടെ ഭാഗത്തും നിരുത്തരവാദപരമായ സമീപനമുണ്ടായി, ഏകോപനമുണ്ടായില്ല. ഇത്തരം സമീപനം കൊണ്ടാണ് ഈ 5 പേർ ഈ അതിജീവിതയുടെ അടുത്തെത്തുകയും അവരെ മൊഴിമാറ്റാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് എന്നായിരുന്നു ഈ ഒരു DME തല റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് PB അനിതയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഉത്തരവിനെതിരെ ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. പിന്നീടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇവർ എത്തിയത്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവാണ് കഴിഞ്ഞ ഈ മാസം ഉണ്ടായത്. അത് പ്രകാരമാണ് അവരിപ്പോൾ നിയമന ഉത്തരവ്, അതായത് PB അനിതയ്ക്ക് അനുകൂലമായ ഉത്തരവുണ്ടാവുന്നു. ഈ 5 ദിവസമായിട്ടും അവർക്ക് ഈ ഉത്തരവ് പ്രകാരം ഈ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇവർക്ക് വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായത്. അതേസമയം ഇതിൽ ഒരു എതിർ പ്രതികരണവും ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടായത്, എന്താണ് ഈ വീഴ്ച എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ സമരം ചെയ്യുന്ന PB അനിത ആവശ്യപ്പെട്ടുള്ളത്. മാത്രമല്ല, കൂടുതൽ ആളുകൾ ഈ സമരത്തിന് പിന്തുണയുമായി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. സുഹൈൽ, ശരി, അതിജീവിതയ്ക്കൊപ്പം നിന്നതിന് പകപോക്കൽ നടപടി. പുനർനിയമന ഉത്തരവുണ്ടായിട്ടും ആ മെഡിക്കൽ കോളേജിലേക്ക് നിയമനം നൽകാൻ അവർ തയ്യാറാകുന്നില്ല. മറിച്ച് അനിതയ്ക്ക് വീഴ്ച പറ്റി എന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. പകപോക്കൽ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്.